കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. 146-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത് വാക്യം. യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു, യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു, യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. 3 വ്യക്തികളെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ ഈ ഭാഗത്ത്, അല്ലെങ്കിൽ 3 കൂട്ടരെ ഈ വാക്യങ്ങളിലൂടെ പരിചയപ്പെടുത്തുകയാണ്. ആ 3 കൂട്ടർക്കും ദൈവത്താൽ ലഭ്യമാകുന്ന വിടുതലുകളെക്കുറിച്ച് നമ്മളവിടെ കാണുന്നുണ്ട് അല്ലേ. ഒന്നാമത്തേത്, യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു. എന്തുവാ ഈ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്? ഒരു ഭൗതിക കാഴ്ച കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ അന്ധന്മാർക്ക് കാഴ്ച കൊടുക്കുന്നത് മാത്രമാണ് അല്ല. നമുക്കറിയാം, പുറമേയുള്ള കണ്ണ് അടയുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കണ്ണെന്ന് പറയുന്നത് ശരീരത്തിൻ്റെ വിളക്കെന്ന് തിരുവചനം തന്നെ പരാമർശിക്കപ്പെടുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ കണ്ണ് ഇല്ലെങ്കിൽ, കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ ആ ശരീരം മൊത്തം ഇരുട്ടാണ്. ഒന്നും കാണുവാൻ കഴിയാത്തൊരനുഭവത്തെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. എന്നാൽ തിരുവചനവുമായി ബന്ധപ്പെടുത്തിയും ആത്മീക മേഖലകളുമായി ബന്ധപ്പെടുത്തിയും നമ്മൾ പരിശോധിച്ചാൽ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ആത്മീയ കാഴ്ചപ്പാട് നഷ്ടമാകുക എന്നുള്ളത് അല്ലേ. ഈ ലോകത്തിലെ കാഴ്ചകൾ കാണാൻ കഴിയാതെ, അല്ലെങ്കിൽ ശരീരത്തെയോ മറ്റുള്ളവരെയോ മനസ്സിലാക്കാൻ കഴിയാതെ വണ്ണം നമ്മുടെ ശരീരത്തിൻ്റെ കണ്ണടഞ്ഞു പോയാൽ, സ്തോത്രം, നമുക്കതിനകത്ത് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല അല്ലേ. എന്നാൽ അതേ ഒരു മേഖലയാണ് ആത്മീക കണ്ണടയുക എന്നുള്ളത് അല്ലേ. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങളോട് കൈമാറുമ്പോൾ ഒരു കാര്യം ഓർക്കുക. നമ്മുടെ ആത്മീക ലോകത്ത് അനേകരുടെ ആത്മീക പ്രകാശനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്ന സമയത്ത് പലപ്പോഴും ഈ ലോകവുമായിട്ട് അനുരൂപപ്പെട്ട്, അല്ലെങ്കിൽ ലോകത്തിലെ വിഷയങ്ങളുമായിട്ട് അനുരഞ്ജനപ്പെട്ട് കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരായിട്ടാണ് പലരെയും നമുക്ക് ഇന്ന് നമ്മുടെ ഈ കാലത്ത് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. എന്നാൽ അങ്ങനെയുള്ളവരെയല്ല ദൈവം പ്രസാദിക്കുന്നത്. നമ്മുടെ ആത്മീക കണ്ണുകൾ തുറക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാണ്. എന്തുവാ ഇതിൻ്റെ അർത്ഥം? തിരുവചനത്തെ ആധാരമാക്കി ഒരു ജീവിത മേഖല എങ്ങനെയാണ് ക്രമപ്പെടുത്തണമെന്ന് തിരിച്ചറിയുന്നത് ആത്മീക കണ്ണ് പ്രകാശിക്കുമ്പോഴാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരിക്കലും ആത്മീക കണ്ണടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സഹായത്തിനായി പ്രാർത്ഥിക്കുക. നമ്മുടെ കർത്താവ് നമ്മുടെ കുരുടിനെ മാറ്റിത്തരുവാൻ തക്കവണ്ണം ശക്തനാണ്. രണ്ടാമത്തെ ചിന്ത ഇവിടെ കൈമാറുന്നത്, അവൻ കുനിഞ്ഞവരെ നിവർത്തുന്നു. എന്തുവാ ഈ കുനിഞ്ഞവരെന്ന് പറയുന്നത്? സമൂഹത്തിൻ്റെ മുമ്പിൽ, ദേശത്തിൻ്റെ മുമ്പിൽ, കുടുംബത്തിൻ്റെ മുമ്പിൽ, ചാർച്ചക്കാരുടെ മുൻപിൽ, ചുറ്റുപാടുകളുടെ മുമ്പിൽ തല നിവർത്താൻ കഴിയാത്ത ചില അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരാറുണ്ട്. വിദ്യാഭ്യാസ സംബന്ധമായി, കുടുംബ സംബന്ധമായി, സാമ്പത്തിക മേഖലകളുമായി ബന്ധപ്പെട്ട്, സ്തോത്രം, പലപ്പോഴും നിവരുവാൻ കഴിയാത്തൊരവസ്ഥ നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്നുണ്ട് അല്ലേ. സ്തോത്രം. എന്നാൽ ഇവിടെ നമ്മൾ തിരുവചനത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ കുനിഞ്ഞുപോയ അനേകർ നിവർത്തിയതായിട്ട് ബൈബിൾ നമ്മെ വ്യക്തമായി പറയും. ഇഫ്താഹിനെ വീടിൽ നിന്ന് ഇറക്കി വിടുന്നൊരു സാഹചര്യമുണ്ടായി അല്ലേ. തല നിവർത്താൻ കഴിയാതെ നാണക്കേടും പേറിക്കൊണ്ട് മുന്നോട്ട് പോയി ഇഫ്താഹിൻ്റെ മേൽ. കാലങ്ങൾ നീണ്ടുമ്പോൾ, ആണ്ടുകൾ കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ഉദ്ധാരണകർ അവന് വേണ്ടി ചലിപ്പാനുണ്ട്. എവിടെയാണ് അവൻ്റെ തല കുനിഞ്ഞത്? ദൈവം അവൻ്റെ തലയെ നിവർത്തത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടു വരുവാൻ തക്കവണ്ണം ഇടവന്നു. ക്രൂശിൽ യേശുവിൻ്റെ തല താഴ്ന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ 3-ാം ദിവസം കല്ലറിയെ ഭേദിച്ച്, മരണത്തെ ഭേദിച്ചുകൊണ്ട് എഴുന്നേറ്റ് വന്ന യേശു കർത്താവിൻ്റെ തലയെ ദൈവം ഉയർത്തുവാൻ തക്കവണ്ണം ഇടവന്നു. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഈ സന്ദേശത്തിലൂടെ കൈമാറാം. ഏത് മേഖലയിലാണോ നിങ്ങൾ കുനിഞ്ഞു നിൽക്കുന്നത്, ആ കുനിഞ്ഞ മേഖലകളെ നിവർത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ വിശ്വസിക്കുക. കർത്താവിൻ്റെ പ്രവൃത്തി നമുക്കായി വെളിപ്പെട്ടു വരും. അടുത്ത് പറയുന്നു, നീതിമാന്മാരെ അവൻ സ്നേഹിക്കുന്നു. അപ്പോൾ കുരുടർക്ക് കാഴ്ച കൊടുക്കുന്നു, അതുപോലെ തന്നെ സ്തോത്രം, കുനിഞ്ഞവരെ നിവർത്തുന്നു, നീതിമാന്മാരെ സ്നേഹിക്കുന്നു. ദൈവം ആരെയാണ് സ്നേഹിക്കുന്നത്? നീതിമാനെയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നീതിയോടെ നീ ജീവിച്ചാൽ, നീതിയോടെ നടന്നാൽ, നീതിയോടെ പ്രവർത്തിച്ചാൽ, നീതിയോടെ നിൻ്റെ വ്യക്തിപരമായ ആത്മീക ഭൗതിക ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നീ താല്പര്യപ്പെട്ട, ഈ ലോകത്തിൽ ആരും നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും കരുതിയില്ലെങ്കിലും, അല്ല സ്തോത്രം, അല്ല സ്നേഹത്തിൻ്റെ ഒരു വാക്ക് ഒരുപക്ഷെ
വെളിപ്പെട്ട് വന്നില്ലെങ്കിലും യഹോവ നിന്നെ സ്നേഹിപ്പാനിടയായിത്തീരും. എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാനൊരു കാര്യം കൂടെ പറയാം. ദൈവം നമ്മളെ സ്നേഹിക്കാനുണ്ടെങ്കിൽ വേറെ ഏത് സ്നേഹം നമ്മോടുകൂടെ ഇല്ലെങ്കിലും നമ്മളതിനെ പ്രതി ഭാരപ്പെടണം. കാര്യം മാനുഷികമായ എല്ലാ വിധത്തിലുള്ള സ്നേഹത്തെക്കാളും വലുതാണ് യേശുവിന് നമ്മോടുള്ള സ്നേഹമെന്ന് പറയുന്നത്. ആ സ്നേഹത്തിന് വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചിറകടി മറയ്ക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സമസ്ത മേഖലകളിൽ തൃക്കരങ്ങൾ തരുന്ന കൂടെ ഇരിക്കണം. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.